എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ AC മോട്ടോഴ്സിനായുള്ള സിംഗിൾ, ഡബിൾ ആൻഡ് കോൺസെൻട്രിക് വൈൻഡിങ്ങുകൾ, അവയുടെ ടെസ്റ്റിംഗ്, അസംബ്ലിംഗ് എന്നിവ എങ്ങനെ പരിശീലിക്കാമെന്ന് നമുക്ക് പഠിക്കാം. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി പറയുന്നവ സാധ്യമാകും. മോട്ടോർ ഡിസ്മാൻഡിൽ ചെയ്ത് വൈൻഡിംഗ് ഡാറ്റ ശേഖരിക്കുക. കണക്ഷനുകൾ ഡ്രോ ചെയ്ത് ഡെവലപ്പ് ചെയ്യുക. സ്റ്റെപ്ഡ് ഫോം തയ്യാറാക്കി കോയിലുകളുടെ കോൺസെൻട്രിക് ഗ്രൂപ്പ് കോയിൽസ് വൈൻഡ് ചെയ്യുക. ഗ്രൂപ്പ് കോയിൽസിലെ ഔട്ട് ചെയ്ത് കണക്ട് ചെയ്യുക. വൈൻഡിംഗ് വാരി ചെയ്ത് മോട്ടോർ ടെസ്റ്റ് ചെയ്യുക. ഈ പ്രാക്ടിക്കലിന് ആവശ്യമായ ടൂൾസ്, എക്യുപ്മെന്റുകൾ, മെഷീനറി എന്നിവ നമുക്ക് തയ്യാറാക്കാം. ഇലക്ട്രീഷ്യൻ ടൂൾ കിറ്റ്, നൈലോൺ ഹാമർ, സോൾഡറിംഗ് അയൺ, കോൾഡ് ചീസൽ, മൾട്ടിമീറ്റർ, സെന്റർ പഞ്ച്, സ്റ്റീൽ റൂൾ, വുഡ് റാസ്പ്, ഹാഫ് റൗണ്ട്, ട്രേ, DE spanner, outside micrometer, AC split phase motor, super enameled copper wire ആവശ്യത്തിന്, millinex or triplex paper, empire sleeve, cotton tape, bamboo wedge ആവശ്യത്തിന്, varnish air dry ആവശ്യത്തിന്, PVC insulated copper wire. Concentric coil വൈൻഡിങ്ങുമായി ഒരു സിംഗിൾ ഫേസ് സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ റീവൈൻഡ് ചെയ്യുക. മെഷീൻ ഡാറ്റ ശേഖരിച്ച് ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. ഒരു പുള്ളി പുള്ളർ ഉപയോഗിച്ച് പുള്ളി നീക്കം ചെയ്യുക. ഫാൻ കവർ നീക്കം ചെയ്യുക. തുടർന്ന് കൂളിംഗ് ഫാൻ ബ്ലേഡ് അസംബ്ലി നീക്കം ചെയ്യുക. ഒരു സെന്റർ പഞ്ച് ഉപയോഗിച്ച് 2 എൻഡ് കവേഴ്സും പ്രത്യേക മാർക്കുകളാൽ മാർക്ക് ചെയ്യുക. അതിനനുസരിച്ച് ബോഡിയിലും മാർക്ക് ചെയ്യുക. ടെർമിനൽ ബോക്സിൽ നിന്ന് കണക്ഷൻ ലീഡുകൾ മാർക്ക് ചെയ്ത് നീക്കം ചെയ്യുക. വിശദാംശങ്ങൾ ടാബുലേഷനിൽ നൽകുക. 2 എൻഡ് ഷീൽഡ് കവറുകളും സ്ക്രൂ ബോൾട്ട് ഓർ ടൈ റോഡ് ലൂസാക്കുക. കൂടാതെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് കണക്ഷനുകളും നീക്കം ചെയ്യുക. സ്റ്റേറ്ററിൽ നിന്നും റോട്ടർ നീക്കം ചെയ്യുക. ഏതെങ്കിലും തകരാറുകൾക്കായി റോട്ടറും ബെയറിംഗും അതിന്റെ അവസ്ഥയ്ക്കായും പരിശോധിക്കുക. ഏതെങ്കിലും റോട്ടർ ബാർ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ബ്രേസിംഗ് വഴി തകരാർ പരിഹരിക്കുക. ബെയറിംഗിന് തേയ്മാനമുണ്ടെങ്കിൽ പുതിയൊരു എണ്ണം ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക. കോയിൽ നീക്കം ചെയ്യുന്നതിന് മുമ്പ് സാധ്യമായ ഡാറ്റ എടുത്ത് ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. ടെർമിനൽ ബോക്സുമായി ബന്ധപ്പെട്ട് കണക്ഷൻ ലീഡ് സൈഡ് ഉപയോഗിച്ച് സ്റ്റേറ്ററിൽ മാർക്ക് ചെയ്യുക. വാർണിഷ് ലൂസ് ആകുവാനും എൻഡ് കണക്ഷൻ കണ്ടെത്താനും കണക്ഷൻ ലീഡ് സൈഡിൽ തിന്നർ പുരട്ടുക. ഗ്രൂപ്പ് കണക്ഷൻ ഡയഗ്രാം വരയ്ക്കുക. കൂടാതെ ഒരു പ്രത്യേക ഷീറ്റ് പേപ്പറിൽ ഡെവലപ്ഡ് ഡയഗ്രാം തയ്യാറാക്കുകയും ഈ ഷീറ്റുകൾക്കൊപ്പം അറ്റാച്ച് ചെയ്യുകയും ചെയ്യുക. ശേഖരിച്ച ഡാറ്റയിൽ നിന്നുള്ള വിവരം: കോയിൽ പിച്ചസ്, മെയിൻ വൈൻഡിംഗ് 531, സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് 53, കോയിൽ ത്രോ, മെയിൻ വൈൻഡിംഗ് 1 to 6, 2 to 5, 3 to 4, സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് 1 to 6, 2 to 5. ഒന്നാമത്തെ കോയിലിന്റെ അവസാനം രണ്ടാമത്തെ കോയിലിന്റെ അവസാനമായും രണ്ടാമത്തെ കോയിലിന്റെ തുടക്കവുമായും രണ്ടാമത്തെ കോയിലിന്റെ തുടക്കം മൂന്നാമത്തെ കോയിലിന്റെ തുടക്കവുമായും ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഇത് മൊത്തത്തിലുള്ള കോയിൽ കണക്ഷൻ ആയിരിക്കും. വൈൻഡിങ്ങിന്റെ ഇരുവശത്തുമുള്ള ഓവർഹാങ് അളയ്ക്കുക. സ്ലോട്ടുകളുടെ എണ്ണം, കോയിൽ പിച്ച് മുതലായവ പോലുള്ള സാധ്യമായ ഡാറ്റ ശേഖരിക്കുക. നോൺ കണക്ഷൻ എൻഡിൽ സാധാരണ ലോഡ് സൈഡിൽ ഉള്ള ഒരു സൈഡ് കോയിൽസ് ഒഴികെയുള്ള സ്റ്റാർട്ടിങ്ങിലും മെയിൻ വൈൻഡിങ്ങിലും ഉള്ള കോയിൽസ് ഒരു കോൾഡ് ചീസൽ ഉപയോഗിച്ച് കട്ട് ചെയ്യുക. സ്റ്റേറ്റർ സ്ലോട്ടിൽ നിന്ന് പഴയ വൈൻഡിംഗ് സ്ട്രിപ്പ് ചെയ്യുക. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ വൈൻഡിംഗ് കോയിലുകൾ പുറത്തെടുക്കാനും ബ്ലോ ലാമ്പ് ഉപയോഗിക്കുക. അവശേഷിക്കുന്ന കോയിലുകൾ അവയുടെ യഥാർത്ഥ രൂപത്തിൽ നീക്കം ചെയ്യുക. കോയിലുകൾ ലൂസാക്കുവാൻ ഒരു തിന്നർ ഉപയോഗിക്കുക. തിന്നർ ഒരിക്കൽ ഉപയോഗിച്ചാൽ കോയിലുകൾക്ക് തീപിടിക്കുമെന്നതിനാൽ പിന്നെ ബ്ലോ ലാമ്പ് ഉപയോഗിക്കരുത്. വയറിന്റെ സൈസ്, കോയിലിന്റെ സൈസ് എന്നിവ അളന്ന് ആവശ്യാനുസരണം മറ്റ് വിശദാംശങ്ങൾ ശേഖരിച്ച് ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. മോട്ടോർ റീവൈൻഡ് ചെയ്യുക. കോർ മാംഗിൾഡ് ആണെങ്കിൽ അത് സെറ്റ് ചെയ്ത് സ്ലോട്ടുകൾ വൃത്തിയാക്കുക. ഒറിജിനലിലെ അതേ ഗ്രേഡും കനവും അല്ലെങ്കിൽ തത്തുല്യവുമായ ഇൻസുലേഷൻ പേപ്പർ തിരഞ്ഞെടുത്ത് യഥാർത്ഥ ഇൻസുലേഷന്റെ അതേ ആകൃതിയിലും വലുപ്പത്തിലും ഇൻസുലേഷൻ പേപ്പർ തയ്യാറാക്കുക. തയ്യാറാക്കിയ ഇൻസുലേഷൻ പേപ്പർ ഉപയോഗിച്ച് സ്ലോട്ട് ഇൻസുലേറ്റ് ചെയ്യുക. ഒറിജിനൽ സെറ്റ് കോയിൽസിന്റെ വലുപ്പത്തിനനുസരിച്ച് ഒരു ഫോമർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡ് ഫോമർ തിരഞ്ഞെടുക്കുക. ഒറിജിനലിന് സമാനമായ വൈൻഡിംഗ് വയറിന്റെ കൃത്യമായ സൈസ് തിരഞ്ഞെടുത്ത് അതേ എണ്ണം ടേൺസ് നിലനിർത്താൻ ശ്രദ്ധിച്ചുകൊണ്ട് ഫോമറിൽ വൈൻഡ് ചെയ്യുക. ആവശ്യമായ എണ്ണത്തിൽ മെയിൻ സ്റ്റാർട്ടിംഗ് കോയിൽസ് ഉണ്ടാക്കുക. റണ്ണിംഗ് വൈൻഡിംഗ് സ്ലോട്ടിന്റെ അടിവശത്ത് സ്ഥാപിക്കണം. ശേഷം സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് എടുത്ത ഡാറ്റ പ്രകാരം ഭാഗത്ത് പ്ലേസ് ചെയ്യുക. സ്റ്റേറ്റർ സ്ലോട്ടുകളിലേക്ക് പുതുതായി വൈൻഡ് ചെയ്ത മെയിൻ വൈൻഡിംഗ് കോയിൽസ് കയറ്റിവെച്ച് ഒറിജിനലിലെ അതേ സ്ഥാനത്ത് വൈൻഡിംഗ് പ്ലേസ് ചെയ്യുക. കോയിൽസ് പ്ലേസ് ചെയ്യുമ്പോൾ ടേൺസ് അധികം ബലം പ്രയോഗിക്കാതെ ചെറിയ ബഞ്ചസ് ആയി വൈൻഡിംഗ് വയർ കോറിൽ ഉരയുവാൻ പാടില്ല. കോയിൽസിനും കോറിനും ഇടയിൽ ഒരു ലെതറോയിഡ് പേപ്പർ സ്ഥാപിച്ച് ഇത് ഒഴിവാക്കുക. സിംഗിൾ കോയിൽ സൈഡ് മാത്രമുള്ള സ്ലോട്ടുകൾ ശാശ്വതമായി വെഡ്ജ് ചെയ്യുക. മറ്റ് സ്ലോട്ടുകൾ ടെമ്പററി വെഡ്ജസ്
ഉപയോഗിക്കാം. എല്ലാ മെയിൻ വൈൻഡിംഗ് കോയിൽസും പ്ലേസ് ചെയ്ത ശേഷം ഇരുവശത്തും ഒരു നൈലോൺ ഹാമർ ഉപയോഗിച്ച് കോയിൽ രൂപപ്പെടുത്തും. കണ്ടിന്യൂറ്റി, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്നിവയ്ക്കായി മെയിൻ വൈൻഡിങ്ങിന്റെ ഓരോ ഗ്രൂപ്പുകളും പരിശോധിക്കുക. എന്നിവയ്ക്കായി മെയിൻ വൈൻഡിങ്ങിന്റെ പരിശോധനാ ഫലങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് ഗ്രൂപ്പ് കണക്ഷനും ഡെവലപ്ഡ് ഡയഗ്രമും അനുസരിച്ച് നിർദ്ദിഷ്ട സ്ലോട്ടുകളിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് പ്ലേസ് ചെയ്യുക. താഴത്തെ കോയിൽ സൈഡ് കയറ്റിയ ഉടൻ എവിടെയൊക്കെ സ്ലോട്ട് 2 കോയിൽ സൈഡ്സ് അടങ്ങിയിരിക്കുന്നു എന്നത് നോക്കുക. സെപ്പറേറ്റർ ഇൻസുലേഷൻ പേപ്പർ അതിനു മുകളിൽ വയ്ക്കുക. മുകളിലെ കോയിൽ സൈഡ് വച്ച ശേഷം സ്ലോട്ട് ലൈനേഴ്സ് മടക്കി വെച്ച് സെപ്പറേറ്റർ പ്ലേസ് ചെയ്ത് സ്ലോട്ടുകൾ വെഡ്ജ് ചെയ്യും. ഓവർ ഹാങ്ങിലുള്ള റണ്ണിംഗ് സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് കോയിൽസിനിടയിൽ ഒരു ഫേസ് സെപ്പറേറ്റർ നൽകും. ഒരു മാലറ്റിന്റെയോ നൈലോൺ ഹാമറിന്റെയോ സഹായത്തോടെ ഓവർ ഹാങ്ങിന്റെ ഇരുവശങ്ങളും ഒറിജിനലിലേതുപോലെ ഷേപ്പ് ചെയ്യുക. ഒരേപോലെയുള്ള നേരിയ പ്രഹരങ്ങൾ പ്രയോഗിക്കുക. വയറുകൾ അല്ലെങ്കിൽ ഇൻസുലേഷൻ കേടുപാടുകൾ ഒഴിവാക്കുക. വൈൻഡിംഗ് എൻഡിൽ ഒരു കൃത്യമായ എംപയർ അല്ലെങ്കിൽ PVC സ്ലീവ്സ് ഇട്ട് മുമ്പ് വരച്ച കണക്ഷൻ ഡയഗ്രാം അനുസരിച്ച് എല്ലാ കോയിൽ എൻഡ്സും ലീഡ്സ് കേബിൾസും കണക്ട് ചെയ്യുക. ഗ്രൂപ്പ് കണക്ഷനും ഡെവലപ്ഡ് ഡയഗ്രമും താരതമ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി കണക്ഷൻ പരിശോധിക്കാം. എൻഡ് കണക്ഷൻ സോൾഡർ ചെയ്ത് പൊസിഷനിൽ സ്ലീവ് ഇടുക. ഒരു ഏകീകൃത കനം ലഭിക്കത്തക്ക വിധം ഓവർ ഹാങ് സൈഡിൽ സെറ്റ് ചെയ്ത് ഒറിജിനലിന് സമാനമായി ത്രെഡ് അല്ലെങ്കിൽ ടാപ്പ് ബൈൻഡ് ചെയ്യുക. വൈൻഡിംഗ് ടെസ്റ്റ് ചെയ്യുക. ഷോർട്ട് സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്നിവയ്ക്കായി യഥാക്രമം മൾട്ടിമീറ്റർ, മെഗർ എന്നിവ ഉപയോഗിച്ച് പരിശോധിക്കുക. കപ്പാസിറ്റർ, സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്നിവയുടെ അവസ്ഥ പരിശോധിക്കുക. എന്തെങ്കിലും തകരാർ ഉണ്ടെങ്കിൽ പുതിയവ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക. കണക്ഷൻ ഡയഗ്രാം അനുസരിച്ച് ലെഡ് കണക്ഷൻസ്, കപ്പാസിറ്റർ, സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്നിവ കണക്ട് ചെയ്ത് ടെർമിനൽ ബോക്സിൽ അവസാനിപ്പിക്കും. മോട്ടോർ അസംബിൾ ചെയ്യുക. തുടർന്ന് 15 മിനിറ്റ്സ് മോട്ടോർ പ്രവർത്തിക്കും. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നിരീക്ഷിക്കുക. ആവശ്യമെങ്കിൽ കണക്ഷനുകൾ മാറ്റിക്കൊടുക്കുക. ടെസ്റ്റ് ഓക്കെ ആണെങ്കിൽ മോട്ടോർ ഡിസ്മാന്റിൽ ചെയ്യുക. സ്റ്റേറ്ററിനെ പ്രീഹീറ്റ് ചെയ്ത് വൈൻഡിങ്ങിനെ വാർണിഷ് ഉപയോഗിച്ച് ഇംപ്രിഗ്നേറ്റ് ചെയ്യുക. ഉണക്കിയ ശേഷം സ്റ്റേറ്റർ സ്ലോട്ടുകളുടെ ഫേസിലെ അധിക വാർണിഷ് നീക്കം ചെയ്യുക. മോട്ടോർ വീണ്ടും റിസംബിൾ ചെയ്ത് 8 മണിക്കൂർ ലോഡിൽ പരീക്ഷിക്കും. AC മോട്ടോഴ്സിനായുള്ള സിംഗിൾ, ഡബിൾ ആൻഡ് കോൺസെൻട്രിക് വൈൻഡിങ്ങുകൾ, അവയുടെ ടെസ്റ്റിംഗ്, അസംബ്ലിംഗ് എന്നിവയുടെ പരിശീലനത്തിനുള്ള എക്സസൈസ് ഇതോടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കിപ്പോൾ ഇനി പറയുന്നവ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മോട്ടോർ ഡിസ്മാന്റിൽ ചെയ്ത് വൈൻഡിംഗ് ഡാറ്റ ശേഖരിക്കുക. കണക്ഷനുകൾ ഡ്രോ ചെയ്ത് ഡെവലപ്പ് ചെയ്യുക. സ്റ്റെപ്ഡ് ഫോമ തയ്യാറാക്കി കോയിലുകളുടെ കോൺസെൻട്രിക് ഗ്രൂപ്പ് കോയിൽസ് വൈൻഡ് ചെയ്യുക. ഗ്രൂപ്പ് കോയിൽസിലെ ഔട്ട് ചെയ്ത് കണക്ട് ചെയ്യുക. വൈൻഡിംഗ് വാരി ചെയ്ത് മോട്ടോർ ടെസ്റ്റ് ചെയ്യുക. നന്ദി. അടുത്ത എക്സസൈസിൽ വീണ്ടും കാണാം.